വിതുരൻ വില്ലുവെക്കുന്നു. പാണ്ഡവരുടെ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് 13-ാം കൊല്ലമാണ് ഇത് നടക്കുന്നത്. ദുര്യോധനിൽ നിന്ന് പകുതി രാജ്യം മടക്കി കിട്ടുവാനായി പാണ്ഡവരുടെ വൃഥാശ്രമങ്ങൾ നടന്നു. ധൃതരാഷ്ട്ര സദസ്സ് ദുരാലോചനകളുടെ സങ്കേതമായി തീർന്നു. വയോവൃദ്ധനായ ഭീഷ്മർ പാണ്ഡവന്മാരോട് സഖ്യം ചെയ്യാൻ അവരോട് ഉപദേശിച്ചു നോക്കി. ദ്രോണൻ അദ്ദേഹത്തിന്റെ നിലയ്ക്കും അതേവിധം പരിശ്രമിച്ചു നോക്കി. ദുര്യോധനൻ യുദ്ധത്തിന് കച്ചകെട്ടി. ഒന്നുകിൽ യുദ്ധം, അല്ലെങ്കിൽ പാണ്ഡവർക്ക് വീണ്ടും വനവാസം. ഇതെല്ലാം മനസ്സിൽ കണ്ട ധൃതരാഷ്ട്രർ യുദ്ധം ഒഴിവാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉപപ്ലാവ്യത്തിൽ വസിക്കുന്ന പാണ്ഡവ സങ്കേതത്തിലേക്ക് സാരഥിയായ സഞ്ജയനെ അയച്ചു. ദീനദയാലുവും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരനോട് രാജ്യലോഭമുപേക്ഷിച്ച് വീണ്ടും കാടുപോകാൻ പോലും അപേക്ഷിച്ചു. സഞ്ജയൻ ഹസ്തിനപുരത്ത് മടങ്ങി വരികയും വൃദ്ധനായ രാജാവിന്റെ ധനതൃഷ്ണയെപ്പറ്റി നിന്ദിച്ച് കർശനമായി സംസാരിക്കുകയും ചെയ്തു. ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. തന്റെ ഭിന്നോദര സഹോദരനായ വിതുരനെ വരുത്തി തനിക്ക് മനസ്സമാധാനം ഉണ്ടാക്കി തരുവാൻ ആവശ്യപ്പെട്ടു. സദാ പരാതിപ്പെടുന്ന സ്വഭാവക്കാരനായ ആ അന്ധരാജാവിനോട് വിതുരന് വെറുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ജ്യേഷ്ഠനെപ്പറ്റി സങ്കടവും ഉണ്ടായിരുന്നു. വിതുരൻ പറഞ്ഞു, എൻ്റെ പ്രിയ ജ്യേഷ്ഠ, അങ്ങേക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. അങ്ങേക്ക് ഉറങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ മക്കളോട് നീതിരഹിതമായി പെരുമാറാൻ അങ്ങ് ശ്രമിക്കുന്നു. അങ്ങയുടെ ദുഷ്ട സ്വഭാവമാണ് ഉറക്കത്തെ പിടിച്ചുപറിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. പാണ്ഡു മരിച്ച ആ കാലത്തെ ഒന്ന് ഓർത്തു നോക്കൂ. കുന്തി 5 മക്കളെയും കൂട്ടി നമ്മുടെ അടുത്തേക്ക് വന്നത് ഓർക്കുന്നുണ്ടോ? ആ കുട്ടികളെ അന്നു മുതൽ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്കറിയാം. കണികന്റെ ഉപദേശപ്രകാരം വാരണാവതത്തിൽ വെച്ച് അങ്ങയുടെ മകനുമായി ഭീരുത്വത്തോടെ കൂടിയാലോചിച്ച് അവരെ കൊല്ലാനുള്ള വഴിയൊരുക്കിയതും ഞാൻ അറിഞ്ഞു. അരക്കില്ലത്തിൽ വെച്ച് ചുട്ടുകരിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങ് അവരെ അങ്ങോട്ടയച്ചത്. ഞാൻ എൻ്റെ ജ്യേഷ്ഠപുത്രന്മാരെ രക്ഷിച്ചു. അതിൻ്റെ പേരിൽ എന്നോടങ്ങേക്ക് കറയുണ്ടെന്ന് എനിക്കറിയാം. അങ്ങേക്ക് സ്വയം നന്നാവാൻ രണ്ടാമതും ഒരു വഴി വന്നു ചേർന്നു. അങ്ങത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയോ? ഇല്ല. ആ സാധു യുധിഷ്ഠിരന് വരണ്ടതും ഫലപുഷ്ടിയില്ലാത്തതുമായ ഗാണ്ഡവപ്രസ്ഥമെന്ന കുറച്ച് ഭൂമിയാണ് അങ്ങ് കൊടുത്തത്. അദ്ദേഹം അതിനെ സ്വർഗതുല്യമാക്കിയത് കൊണ്ടും അദ്ദേഹവും സഹോദരന്മാരും കൂടി ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് രാജസൂയം നടത്തിയതുകൊണ്ടും അങ്ങയുടെ പുത്രൻ അത്യധികം അസൂയാലുവായി അവരോട് ആ രാജ്യം തട്ടിപ്പറിക്കാൻ ഒരുങ്ങി. അവന്റെ ആ കുൽസിത കർമ്മത്തെ അങ്ങ് എല്ലാവിധത്തിലും അംഗീകരിച്ചു. അങ്ങ് ചൂതാട്ടത്തിനുള്ള സഭയുണ്ടാക്കുകയും സഹോദരപുത്രന്മാരെ ചതിക്കുകയും ചെയ്തു. അവർക്ക് രാജ്യവും സ്ഥാനവും കൂടി നഷ്ടപ്പെട്ടു. നിർഭാഗ്യയായ ആ ബാലികയുടെ, അവരുടെ രാജ്ഞി ദ്രൗപദിയുടെ ആടയും മുടിയും അസ്ഥാനത്താക്കിയപ്പോൾ നീതി നിർവഹിക്കാൻ അങ്ങയോട് അവൾ ആവശ്യപ്പെട്ടു. എങ്കിലും അവളെ ബലാത്കാരം ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ അപേക്ഷിച്ചപ്പോൾ പോലും അങ്ങ് അവളുടെ അപേക്ഷയെ ഗൗനിച്ചില്ല. 13 വർഷത്തേക്ക് അവരെ നാടുകടത്താൻ അങ്ങ് അനുവദിക്കുകയും ചെയ്തു. അത് തെറ്റായിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? യുധിഷ്ഠിരൻ ഇപ്പോൾ വനവാസ വ്യവസ്ഥകളെല്ലാം നിറവേറ്റിയിരിക്കുന്നു. അദ്ദേഹം 12 കൊല്ലം വനവാസവും ചെയ്തു. അജ്ഞാതമായി 13-ാം കൊല്ലവും മുഴുമിച്ചിരിക്കുന്നു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം നീതി ആവശ്യപ്പെടുന്നു. തനിക്ക് അവകാശപ്പെട്ട രാജ്യമേ അദ്ദേഹം ചോദിക്കുന്നുള്ളൂ. അധർമ്മ മാർഗത്തിലൂടെ സമ്പാദിച്ച അങ്ങയുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ ധനത്തിൽ അതിതൃഷ്ണയുള്ള അങ്ങയുടെ മക്കൾ തയ്യാറല്ല. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പോലും അങ്ങ് അനുവദിക്കുന്നില്ല. ഇനിയും കാട്ടിൽ പോയിക്കോളൂ എന്ന് ദൂതനോട് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അത് തെറ്റല്ലേ? തെറ്റ് തിരുത്താനുള്ള വഴി ഇനിയുമുണ്ട്. ഒരു സമാധാന സന്ദേശവുമായി കൃഷ്ണൻ അങ്ങയുടെ സമീപം വരുമ്പോൾ അദ്ദേഹം പറയും പോലെ ചെയ്താൽ ഈ വയസ്സുകാലത്ത് അങ്ങേക്ക് മനഃശാന്തി ഉണ്ടാവും. വിചിത്ര സ്വഭാവത്തോടു കൂടിയവനായ ആ രാജാവിനോട് വിതുരൻ ധർമ്മം ഉപദേശിക്കാൻ ശ്രമിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഹസ്തിനപുരത്ത് വന്നു. കൊട്ടാര സദസ്സിൽ വെച്ച് രാജാവിനോടും ദുര്യോധനനോടും അവരുടെ ന്യായരഹിതമായ നിലപാടിനെപ്പറ്റി സംസാരിച്ചു. മുതിർന്നവരായ ഭീഷ്മരും ദ്രോണരും പാണ്ഡവന്മാർക്ക് വേണ്ടി വാദിച്ചതും വ്യർത്ഥമായി. അപ്പോൾ വിതുരൻ സംസാരിച്ചു. വിതുരൻ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പ്രിയ ജ്യേഷ്ഠ, അങ്ങയ്ക്കും പുത്രന്മാർക്കും സംഭവിക്കാൻ അടുത്തിരിക്കുന്ന ആപത്ത് അങ്ങ് അറിയുന്നില്ലെന്ന്
സോദര സമേതനായ ഭീമൻ അങ്ങയുടെ പുത്രന്മാരെ വിഴുങ്ങാൻ ഭീമാകാരനായ മലമ്പാമ്പിനെ പോലെ ചീറ്റുകയാണ്. ദയവായി യുധിഷ്ഠിരൻ രാജ്യം തിരിച്ചു കൊടുക്കൂ. പാണ്ഡവന്മാർ തനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് മനുഷ്യരൂപത്തിൽ ജനിച്ചിരിക്കുന്ന ഭഗവാനായ കൃഷ്ണൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനാൽ ദേവന്മാർ പാണ്ഡവരോട് മാത്രമായി ചേർന്ന് നിൽക്കും. ഭഗവാൻ ഏതു പക്ഷത്തുണ്ടോ അവിടെ തന്നെ ധനദേവതയായ ലക്ഷ്മിയും നിലയുറപ്പിക്കുമെന്ന് അങ്ങേക്കറിയില്ലേ? അങ്ങയുടെ പാപങ്ങളുടെ പ്രതീകമാണ് പുത്രനായ ദുര്യോധനൻ. കുടുംബരക്ഷയ്ക്കായി ഒരു വ്യക്തിയെയും, ദേശരക്ഷയ്ക്കായി ഒരു കുടുംബത്തെയും, സമുദായത്തിനു വേണ്ടി ഒരു ദേശത്തെയും, ആത്മാവിനു വേണ്ടി ഈ ഭൂമിയെ തന്നെയും ഉപേക്ഷിക്കണമെന്ന് അറിവുള്ളവർ പറയുന്നു. ഈ ദുര്യോധനനെ ഉപേക്ഷിച്ചാലും എന്റെ ഉപദേശം ശ്രദ്ധിക്കൂ. അങ്ങയുടെ നന്മയെ ഓർത്ത് ഞാൻ പറയുകയാണ്. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഒരു നിമിഷ നേരത്തെ നിശബ്ദത ഉണ്ടായി. ഒരേ ഒരു നിമിഷം മാത്രം. ദുര്യോധനൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കൂടെ രാധേയനും ശകുനിയും ദുശാസനനും ഉണ്ടായിരുന്നു. ദുര്യോധനൻ വന്ന് ചെറിയച്ഛന്റെ വളരെ അടുത്തു നിന്നു. കണ്ണുകൾ ചുവന്നിരിക്കുന്നു, ചുണ്ടുകൾ കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. വിതുരനോട് നേരിട്ട് സംസാരിക്കാൻ പോലും മര്യാദ കാണിച്ചില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ നീചകുല ജാതനെ ഈ രാജസദസ്സിലേക്ക് ആര് ക്ഷണിച്ചു? ഇയാൾ ഒരു രാജ്യദ്രോഹിയാണ്. അച്ഛനായ രാജാവിന്റെ ഉപ്പും ചോറും തിന്ന് ലജ്ജയില്ലാതെ നമ്മുടെ ശത്രുക്കളെ താങ്ങിപ്പറയുന്നു. അദ്ദേഹം നഗരം വിട്ടു പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. അദ്ദേഹം ഞങ്ങളുടെ പിതൃ സഹോദരനാകിയാൽ ജീവനോടെ രക്ഷപ്പെടാൻ വിരോധമില്ല. വിതുരൻ എല്ലാവരെയും തന്റെ ജ്യേഷ്ഠനെയും ഒന്ന് നോക്കി. ആരും ഒരു വാക്കും പറഞ്ഞില്ല. വിതുരന്റെ മുഖം ശാന്തവും അക്ഷോഭ്യവുമായിരുന്നു. അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ ലഘുവായ ഒരു വെറുപ്പ് മാത്രം നിരീക്ഷിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഭഗവാനെ ചിന്തിക്കുകയും അതോടെ മനസ്സിൽ നിന്ന് സകല മോഹവും ആസക്തിയും വേദനയും ദുഃഖവും നശിക്കുകയും ചെയ്തു. തന്റെ മഹത്തായ വില്ലെടുത്ത് ആ വിശാലമായ മുറിയുടെ വാതിൽക്കൽ വെച്ചിട്ട് ഇപ്രകാരം ചിന്തിച്ചു: ഈ വില്ല് ഈ വാതിൽക്കൽ വെക്കുന്നതോടുകൂടി എന്റെ ബുദ്ധിയെ മറച്ചിരിക്കുന്ന മായയെയും ജ്യേഷ്ഠനോടും ജ്യേഷ്ഠപുത്രന്മാരോടും എനിക്കുണ്ടായിരുന്ന സ്നേഹത്തെയും അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ മറന്നതിനാലുണ്ടായ അന്ധമായ വാത്സല്യത്തെയും ഞാനിവിടെ സമർപ്പിക്കുന്നു. ഈ മായയാണ് ഇത്രയും കാലം എന്റെ കാലുകെട്ടി എന്നെ ഇവിടെ ബന്ധിച്ചു വച്ചിരുന്നത്. ഇപ്പോഴെനിക്ക് അതിവിടെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. വിതുരൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോക്കം വെക്കാതെ ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു.